ഈ ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ, അതായത് BJP ഒരു 45 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോയാൽ പോലും കോൺഗ്രസിന്റെ അവസ്ഥ ഡൽഹിയിൽ വലിയ പരിതാപകരമായിരിക്കും. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. അത് സീറ്റിന്റെ കാര്യത്തിലാണ്. പക്ഷെ അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ ഓരോ മണ്ഡലങ്ങളിലും എടുത്താൽ ചില മേഖലകളിൽ അവർക്ക് സ്വരൂപിക്കാൻ സാധിക്കുന്ന വോട്ടുണ്ടായിരുന്നു. അത് ഈ രീതിയിലുള്ള ഒരു ഭിന്നിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ കേജ്രിവാളിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകളിൽ ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന ഒരാളായി കെജ്രിവാൾ മാറുന്നു. അജയ് മാക്കൻ വന്ന് വലിയ രീതിയിൽ AAPക്കെതിരെ സംസാരിക്കുന്നു. ജയറാം രമേശ് വന്ന് AAPക്കെതിരെ സംസാരിക്കുന്നു. അതെ, ആ രീതിയിൽ ഈ രീതിയിൽ ചുനാവി ഹിന്ദു, ചുനാവി മുസ്ലിം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ AAPയും BJPയും നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം BJP നിൽക്കെ AAPക്കെതിരെ നടത്തുകയാണ്. അല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പ്ലിറ്റ്, ഈ ഡിവൈഡ് എന്ന് പറയുന്നത് ചെറിയ ശതമാനം വോട്ടുകളാണെങ്കിൽ പോലും ഒരു മേഖലയിൽ ചെറിയ ശതമാനം വോട്ട്, ഇപ്പോൾ മനീഷ് സിസോദിയുടെ മണ്ഡലമാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ സന്ദീപ് ദീക്ഷിത് ഇപ്പുറത്ത് മത്സരിക്കുന്നു എന്ന് വിചാരിച്ചാൽ കെജ്രിവാളിന്റെ അല്ലെങ്കിൽ അതീഷിയുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഈ രീതിയിലുള്ള മേഖലകളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടെ പരമ്പരാഗതമായി കോൺഗ്രസിന് ചെറിയ ശതമാനം വോട്ടെങ്കിൽ പോലും അത് AAPക്ക് കിട്ടേണ്ട വോട്ട്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടേണ്ട വോട്ട് വിഘടിക്കുന്നു. മറിച്ച് തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ ശിവസേന പക്ഷം, നമുക്കറിയാം ഉദ്ധവ് താക്കറെ പക്ഷം, അതുപോലെ സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവ് എല്ലാം വളരെ ശക്തമായ രീതിയിൽ AAP പിന്തുണയ്ക്കുന്നു, കോൺഗ്രസിനെ വിമർശിക്കുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നിപ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹിയിലെ രാഷ്ട്രീയത്തെ ഇന്ത്യ സഖ്യം കൊണ്ടുപോയത് എന്തിനാണ് എന്ന് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും മനുഷ്യരും അവരുടെ അണികളും ഒരേ സമയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ചെയ്തു കൊടുക്കുകയാണ്. അതെ, ആ രീതിയിലേക്ക് ഡൽഹിയിലെ ഒരു പ്രചരണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം നിലനിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10ഓളം ഏജൻസികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, 10ഓളം ഏജൻസികൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി അപ്പുറത്ത്, അതായത് ഇപ്പോൾ BJPക്കാണ് മുൻതൂക്കം പറയുന്നത്, മറുപക്ഷത്തുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യം മേൽക്കൈ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തവണ എല്ലാ ഏജൻസികളും ഭൂരിപക്ഷം തന്നെ പ്രവചിക്കുകയാണ്, ഭൂരിപക്ഷത്തിലേക്ക് അടക്കുകയാണ്. ഒരാൾ പോലും ഭൂരിപക്ഷത്തിൽ താഴെ ഒരു സീറ്റ് BJPക്ക് പ്രവചിക്കുന്നില്ല. എല്ലാവരും ഭൂരിപക്ഷം തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ JYC ഏതാണ്ട് 45 സീറ്റുകൾ, മെട്രൈസ് ഏതാണ്ട് 40 സീറ്റുകളിലേക്ക് BJP പ്രവചിക്കുന്നു. പീപ്പിൾസ് ഇൻസൈറ്റ്, പീപ്പിൾസ് പൾസ്, ചാണക്യ, PMark, എല്ലാവരും ഏതാണ്ട് എല്ലാ ഏജൻസികളും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് 40 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക്, അതായത് 40 മുതൽ ഏതാണ്ട് 60 വരെ സീറ്റുകൾ പോകാം. 50 സീറ്റുകൾ പ്രവചിച്ചവരുണ്ട്, 49 സീറ്റ് പ്രവചിക്കുന്ന PMark ഉണ്ട്, 60 സീറ്റുകൾ പ്രവചിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും വലിയ മെജോറിറ്റി BJPക്ക് പറയുന്നു. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഹരിയാന തെരഞ്ഞെടുപ്പ് പോലെയൊന്നുമുള്ള ഒരു പ്രവചന രീതി അല്ല. ഹരിയാനയെല്ലാം നമ്മളെ ഞെട്ടിച്ച പ്രവചന രീതി ആയിരുന്നു. അങ്ങനെയല്ല, ഒരുപക്ഷെ എല്ലാവരും വലിയ രൂപത്തിൽ BJP അധികാരത്തിലെത്തും എന്നൊരു പ്രവചനമാണ് നടത്തുന്നത്. കോൺഗ്രസിന് വലിയ താഴെ, അതായത് കോൺഗ്രസിന് പീപ്പിൾസ് പൾസ് ഒക്കെ 10 സീറ്റുകൾ വരെ പറയുന്ന സാഹചര്യമുണ്ട്. 10 സീറ്റുകൾ പറയുന്ന സാഹചര്യം, പിന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് 10 സീറ്റുകൾ മുതൽ 19 സീറ്റുകൾ വരെ പറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒരു ഡൽഹി ഇലക്ഷൻ വലിയ രാഷ്ട്രീയ കൗതുകമുള്ളതാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, രാജ്യ തലസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 8-ാം തീയതി ഫലം അറിയാൻ കാത്തിരിക്കേണ്ടി വരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്കാണ് അധികാരം പ്രവചിക്കുന്നത്.